കണ്ണൂരിലേക്ക് മഴക്കെടുതിയിൽ ഇന്ന് 2 പേരാണ് മരിച്ചത്. കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് പെരുവ സ്വദേശി ചന്ദ്രൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഒരു ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കണ്ണൂരിൽ മഴ വ്യാപകമായ നാശനഷ്ടം വിതച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഇപ്പോഴും മഴ കണ്ണൂരിൽ കനത്ത് തന്നെ നിൽക്കുകയാണോ അതോ മഴയ്ക്ക് നേരിയ ശമനമുണ്ടോ? എവിടെയൊക്കെയാണ് ഈ നാശം വിതച്ചത്? ഇപ്പോൾ നഗരപ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ ശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലൊക്കെ ശക്തമായ മഴ ഇന്ന് പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നാശനഷ്ടവും മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടമുണ്ടായത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഈ മഴക്കെടുതിയുടെ ഭാഗമായി 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. അതിൽ രാവിലെ വന്ന വാർത്ത കണ്ണവത്ത് അവിടെ വീടിന് മുകളിൽ ശക്തമായ കാറ്റിൽ മരം വീണ് ഒരു വയോധികൻ മരിച്ചു. ചെമ്പുക്കാവ് സ്വദേശിയായിട്ടുള്ള ചന്ദ്രനാണ് മരിച്ചത്. രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. അതോടൊപ്പം ഇന്ന് വൈകിട്ട് കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്താണ് ഒരു ഫൈബർ ബോട്ട്, മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ച് അപകടമുണ്ടായത്. ആ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി തമിഴ്നാട് പുന്തുത്തറ സ്വദേശിയായിട്ടുള്ള ആന്റണിയാണ് മരിച്ചത്. അവർ ഈ കടലിലേക്ക് അകപ്പെടുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാർ 3 പേരെ, ആ ബോട്ടിലുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. ആ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. 2 പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. സെൽവ ആന്റണി, ലേല അടിമൈ എന്നീ തമിഴ്നാട് സ്വദേശികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇപ്പോഴും പയ്യന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ അഴിമുഖത്ത് തന്നെ അതായത് പാലക്കോട് അഴിമുഖത്ത് മറ്റൊരു അപകടം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയ ചെറുതോണി മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. ആ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പുഞ്ചക്കാട് സ്വദേശിയായിട്ടുള്ള അബ്രഹാമിനെയാണ് കാണാതായത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റിലാണ് ആ തോണിയും ഇത്തരം നിയന്ത്രണം വിട്ട് ചെറുതോണി കടലിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം പലയിടങ്ങളിലായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാങ്ങാട്ടുപറമ്പ് KAP ക്യാമ്പിൽ, പോലീസിൻ്റെ ക്യാമ്പിലാണ് അവിടെ വ്യാപകമായി മരങ്ങൾ വീണും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഉളിക്കൽ വയത്തൂരിൽ വീശിയ കാറ്റിൽ അവിടെയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളൊക്കെ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇരിട്ടി ബാവലിപ്പുഴ കരകവിഞ്ഞ് അവിടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിൽ പേരാവൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പൊതുവെ നൽകുന്ന നിർദ്ദേശം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.